ഞങ്ങളിവിടെ ശ്രദ്ധിച്ചൊരു കാര്യം, ഇത് മുട്ടുമ്പോ വേറൊരു സൗണ്ട് കേൾക്കുന്ന പോലെ, അതെന്താ സംഭവം? അതിലൊരു രഹസ്യം ഒളിഞ്ഞെടുക്കുന്നുണ്ട്. ഇതിപ്പോ നമുക്ക് സോളിഡ് ആയിട്ട് ഒരു ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. മറ്റൊരു മനോഹരമായ വലിയൊരു വീടിന്റെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഏകദേശം 20 സെന്റ് സ്ഥലത്ത് 3000 സ്ക്വയർ ഫീറ്റിൽ വരുന്ന നമ്മുടെ ഈ ഒരു മനോഹരമായ വീട് വന്നിട്ട് മലപ്പുറം ജില്ലയിലെ തിരൂര് നിറമരദൂരിലുള്ള ഫൈസൽ സഫീറ ദമ്പതികളുടെ വീടാണ്. വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? അപ്പൊ അതിനു മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്സ്. വളരെ മനോഹരമായിട്ടാണ് കേട്ടോ വീടിന്റെ എക്സ്റ്റീരിയർ ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത്. പൊതുവായിട്ട് നമ്മൾ കാണുന്നതിലും ഒരു വെറൈറ്റി ഡിസൈൻ തന്നെയാണ് എക്സ്റ്റീരിയറിൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോഴേനെ അതെ ഇവിടെ സിറ്റ് ഔട്ടിന്റെയും കാർപോച്ചിന്റെയും കൂടി ഭാഗം ഒരു ബോക്സ് ടൈപ്പ് പോലെ ആട്ടോ വരുന്നത്. ഒരു ഗ്രേ കളർ തീമാണ് മെയിൻ ആയിട്ട് വരുന്നത്. സിറ്റ് ഔട്ടിന്റെ ആ ഒരു മുകളിലായിട്ട് ഭാഗം നോക്കുകയാണെങ്കിൽ അവിടെ ആയിട്ട് നല്ല ഭംഗിയിൽ ഒരു ബാൽക്കണിയും അതുപോലെ തന്നെ ഒരു ഗാർഡനിങ് ഒക്കെ വരുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ മെയിൻ ഷോവാളും ഒത്തിരി അട്രാക്ഷൻ തോന്നുന്ന തരത്തിൽ തന്നെയാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഷോവാൾ വന്നിട്ട് നല്ല ഹൈറ്റിലാട്ടോ ചെയ്തിട്ടുള്ളത്. അവിടെ ഒരു വശത്തായിട്ട് നാച്ചുറൽ സ്റ്റോൺ ആണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ നമ്മുടെ വിൻഡോസിനൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു ബോക്സ് ടൈപ്പ് ഡിസൈനും വരുന്നുണ്ട്. അവിടെ താഴ്ഭാഗത്തായിട്ടും നല്ല ഭംഗിയിൽ പ്ലാന്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വീടിന്റെ ചുറ്റുഭാഗത്തായിട്ടും നല്ല ഭംഗിയിൽ തന്നെ കോമ്പൗണ്ട് വോളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ അത്യാവശ്യത്തിലേറെ തന്നെ മുറ്റം വരുന്നുണ്ട് കേട്ടോ. മുറ്റത്തായിട്ട് സ്ക്വയർ ഫീറ്റിന് ഏകദേശം 80 രൂപ വരുന്ന കടപ്പ സ്റ്റോൺ ആണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഈ കോമ്പൗണ്ട് വാളിനോട് ചേർന്ന് തന്നെ ഒരുപാട് സ്ഥലത്ത് ഗാർഡനിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ കാർപോച്ചിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു എൻട്രൻസ് വരുന്നുണ്ട്. അവിടെ ആയിട്ട് തന്നെ ഒരു കോർട്ട്യാർഡ് സ്പേസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ ഇതേ ഫ്ലോറിലായിട്ട് തന്നെ സ്റ്റോൺസും ബബിൾസും അതുപോലെ തന്നെ പാസേജ് ഒക്കെ വരുന്നുണ്ട്. കൂടാതെ ഒത്തിരി പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് നല്ല ഭംഗിയിലുള്ള ഒരു സ്പേസ് ആണ് കേട്ടോ. ഇവിടുന്ന് നമുക്ക് ഇതേ നമ്മുടെ ഡൈനിങ്ങിൽ നിന്ന് ഇങ്ങോട്ട് ജസ്റ്റ് ഒരു എൻട്രൻസ് കൂടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ സീലിംഗിലായിട്ട് ഇതുപോലെ കട്ടിങ് കൊടുത്തിട്ട് ഗ്ലാസ് ആണ് വരുന്നത്. നമുക്ക് നല്ലോണം ഇങ്ങോട്ട് പ്രകാശം കിട്ടുന്ന തരത്തിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്കിനി സിറ്റ് ഔട്ടിലെ വിശേഷങ്ങൾ നോക്കല്ലേ. സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ട് ഫ്രണ്ടിൽ അത്യാവശ്യം വലിയൊരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു കുഞ്ഞു സ്റ്റെപ്പും വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ സിറ്റ് ഔട്ടിലും സ്റ്റെപ്പിലും ഒക്കെ ആയിട്ട് ലെപ്പോത്ര ലെതർ ടൈപ്പ് ഗ്രാനൈറ്റ് ആണ് കേട്ടോ വരുന്നത്. സ്ക്വയർ ഫീറ്റിന് 175 രൂപ വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിലായിട്ട് നോക്കുകയാണെങ്കിൽ ഈ കോർണറിൽ നല്ല ഭംഗിയിൽ തന്നെ ഒരു പ്ലാന്റ് ബോക്സ് സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ പ്ലാന്റ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ സ്റ്റെപ്പ് പൊതുവേ കാണുന്നതിലും ഇതുപോലെ 1 ഇഞ്ച് ഗ്യാപ്പ് ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതൊരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ട് അല്ലേ. ഇനിയിപ്പോൾ നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ഈ ഭാഗത്ത് വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് വോളിൽ മാത്രമല്ല ഇവിടെ റൂഫിലായിട്ടും ഒക്കെ ടെക്സ്ചർ പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മുടെ വോളിലും റൂഫിലും നോക്കുകയാണെങ്കിൽ 2 ടൈപ്പിൽ വരുന്ന ടെക്സ്ചർ പെയിന്റ് ആണ് കേട്ടോ വരുന്നത്. അപ്പം നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് കയറിയിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു സിറ്റ് ഔട്ടാണ് കേട്ടോ വരുന്നത്. ഇവിടെ നമ്മുടെ സിറ്റിംഗ് ഏരിയ നോക്കുകയാണെങ്കിൽ 2 പാർട്ടായിട്ടാണ് 2 വശത്തായിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഈ ഒരു ഭാഗം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഇവിടെ ആയിട്ട് സ്റ്റോറേജ് ആണ് കേട്ടോ വരുന്നത്. നമ്മുടെ ഈ ഒരു സിറ്റിംഗ് ഏരിയന്റെ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിലും നാച്ചുറൽ സ്റ്റോൺ ആണ്. നമ്മൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ഷോ വാളിൽ, ആ ഒരു സെയിം ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. സെയിം ആയിട്ട് തന്നെ ദേ ഇവിടെയും ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 ഭാഗത്തായിട്ടും 2 ഗ്യാപ്പ് വരുന്നുണ്ട്. അവിടെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പ്ലാന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂടാതെ ഇനി ഇവിടെ ഇരിക്കാനായിട്ട് 3 കഫേ ചെയേഴ്സ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓരോന്നിനും 3000 രൂപ വരുന്നുണ്ട് കേട്ടോ. ബാക്ക് വാളിലായിട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിയൊരു വിൻഡോ വരുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഡോറിലേക്ക് വരികയാണെങ്കിലും ഇവിടെ ടോട്ടലി തേക്കിന്റെ വുഡിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ തേക്കിന്റെ വുഡിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുള്ള ഡബിൾ ഡോർ ആണ് വരുന്നത്. വുഡിന്റെ തന്നെ ഒരു ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അകത്തെ വിശേഷങ്ങളൊക്കെ നോക്കിയല്ലേ. പിന്നെ നമ്മുടെ ഈ വീട് ചെയ്തിട്ടുള്ളത് ഈ വീടിന്റെ ഹൗസ് ഓണറിനാണ് കേട്ടോ. സോ എന്നെക്കാളും ഈ വീടിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം ആൾക്കെന്നാവും. അപ്പൊ നമുക്ക് ആളോട് തന്നെ ചോദിച്ചിട്ടൊക്കെ മനസ്സിലാക്കാവേ. അപ്പൊ വാ. ഹലോ കാ. ഹലോ. അപ്പോ നിങ്ങളെ വീട് ഇതാണ് നമ്മളെ ഹൗസ് ഓണർ. ഞാൻ പേരെന്ന് പറയാം. എന്റെ പേര് ഫൈസൽ കാടെങ്കിൽ, ഞാൻ എഞ്ചിനീയറിംഗാണ്. അപ്പൊ ഈ വീടിന്റെ കൺസ്ട്രക്ഷനും ഇന്റീരിയർ ഒക്കെ ആരാ ചെയ്തിട്ടുള്ളത്? ഇതിന്റെ മൊത്തം വർക്കും ഞങ്ങളെ കമ്പനി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ സ്ട്രക്ചർ പെന്റ് ഹൗസ് ബിൽഡേഴ്സ് ആണ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുള്ളത് ഡിഫൈൻ ഡെവലപ്പേഴ്സ്. ഇതിൻ്റെ ഡോറ് നമ്മൾ ഫുള്ള് തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇങ്ങനൊരു ഡോറ് നമ്മൾ ഫുള്ള് തേക്കിൽ ചെയ്തെടുക്കുമ്പോൾ ഭയങ്കര റേറ്റ് വരും. അപ്പോൾ അതിന് പകരം നമ്മൾ ഇത് കോസ്റ്റ് എഫക്റ്റീവ് ആക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളത് 4 ഇഞ്ചിൻ്റെ പ്ലാങ്ക്സ് അത് വെച്ചിട്ടാണ് ഈ ഒരു ഡോറ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹാൻഡിലും നമ്മൾ അതേപോലെ തന്നെ തേക്കിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് കട്ട് ചെയ്തുണ്ടാക്കിയ ഹാൻഡിലാണ്. അല്ല, ഞങ്ങളിവിടെ ശ്രദ്ധിച്ചൊരു കാര്യം, ഇത് മുട്ടുമ്പോൾ വേറൊരു സൗണ്ട് കേൾക്കുന്ന പോലെ, അതെന്താ സംഭവം? അതിലൊരു രഹസ്യം ഒളിഞ്ഞെടുക്കുന്നുണ്ട്.
ഇതിപ്പോൾ നമുക്ക് സോളിഡായിട്ട് ഒരു ഇങ്ങനത്തെ ഒരു കട്ടില നമ്മൾ തേക്കിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ഏകദേശം അതിൻ്റെ മരത്തിന് മാത്രം നമുക്കൊരു 19,000 രൂപ എന്തായാലും വരും. പക്ഷെ അതിന് പകരം നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ടെക്നോളജി എന്താണെന്ന് വെച്ചാൽ തേക്കിൻ്റെ കട്ടകൾ 2x2 കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനത്തെ കട്ടകളാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ പാനൽ ചെയ്തതാണ്. അതിനുള്ളിലെല്ലാം ചെറിയ ചെറിയ പീസ് ഇട്ടിട്ട് ആണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫുള്ള് ഒരു വാളിൻ്റെ അതേ തിക്നെസ് തന്നെ നമുക്കിതിൻ്റെ കട്ടിലിൻ്റെ സൈസും കിട്ടും. കാണുമ്പോൾ നല്ല ലുക്കുമാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. അപ്പൊ നമുക്കിനി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നോക്കല്ലേ. നമ്മൾ അകത്തേക്ക് കയറി വരുമ്പോഴന്നെ ആദ്യം എത്തുന്നത് ഇവിടുത്തെ ലിവിംഗ് ഏരിയയിൽക്കാട്ടോ. അതിന് മുന്നായിട്ട് ഇതേ ഇവിടെ പാസേജിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ വുഡൻ ടൈപ്പ് വരുന്ന ടൈലാണ് കൊടുത്തിട്ടുള്ളത്. സ്ക്വയർ ഫീറ്റിന് ഏകദേശം ഒരു 65 രൂപയ്ക്കാണ് ആയിട്ടുള്ളത്. അപ്പൊ ഞാൻ ഡോർ തുറന്ന് അകത്തേക്ക് കയറി വരുമ്പോൾ എന്റെ ഇടതുവശത്തായിട്ടാണ് കേട്ടോ ഈ ലിവിംഗ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു കോർണറിലായിട്ട് നല്ല ഭംഗിയിൽ ഒരു കളറൊക്കെ വരുന്ന സോഫ സീറ്റർ ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എൽ ഷേപ്പിലാണ് വരുന്നത്. 35,000 രൂപയാണ് കേട്ടോ ഈ ഒരു സെറ്റിനായിട്ടുള്ളത്. നടുക്കായിട്ട് നോക്കുകയാണെങ്കിൽ ഇതാ നല്ല ഭംഗിയിൽ ഒരു ടീ ടേബിൾ വരുന്നുണ്ട്. ഇവിടെ മുകളിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ അത്യാവശ്യം വലിയ 3 സിംഗിൾ വിൻഡോസ് ആണ് കേട്ടോ വരുന്നത്. വിൻഡോയിലൊക്കെ ആയാലും നമ്മൾ ഡോറിൽ പറഞ്ഞില്ലേ ആ ഒരു സെയിം തീം തന്നെയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. കൂടാതെ കർട്ടൻ നോക്കുകയാണെങ്കിൽ റോമൻ ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ സോഫയുടെ നേരെ ഓപ്പോസിറ്റ് വോളിലായിട്ടാണ് ഇവിടെ TV യൂണിറ്റ് ഒരുക്കിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഭംഗിയിൽ ഒരു ഗ്രേ ആൻഡ് വുഡ് കളർ തീമിലാണ് കേട്ടോ വരുന്നത്. ഇവിടെ അത്യാവശ്യം വലിയൊരു TV യൂണിറ്റ് തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. താഴെയായിട്ട് ഇതുപോലെ ഡ്രോയർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഇന്റീരിയർ ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡും അതുപോലെ തന്നെ മറൈൻ പ്ലൈയും കൂടാതെ ലാമിനേറ്റ് ചെയ്തിട്ടുള്ളത് വെനീറൊക്കെ ആയിട്ടാണ് കേട്ടോ. നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഇതൊക്കെ വന്നിട്ട് തേക്കിന്റെ സോളിഡ് തന്നെയാണ് കേട്ടോ. ബട്ട് ഇതൊക്കെ ഈ പാനലൊക്കെ നോക്കുകയാണെങ്കിൽ അത് വെനീർ തന്നെയാണ് കേട്ടോ വരുന്നത്. നമ്മളിവിടെ സീലിംഗിലേക്ക് വരികയാണെങ്കിൽ ഇതുപോലെ വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ നല്ല ഭംഗിയിൽ ജിപ്സം സീലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. മൊത്തത്തിൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ നമ്മുടെ ലിവിംഗ് ഏരിയയിൽ നിന്ന് ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ സ്റ്റെയർ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. കൂടാതെ അതിന്റെ ആ ഒരു ഉൾഭാഗത്തായിട്ടാണ് അവിടെ പ്രെയർ ഹോളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടത്തെ എൻട്രൻസിലായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ ഒരു പാർട്ടീഷൻ വോള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വുഡൻ ബ്ലാക്ക് തീമിൽ നമുക്ക് ഷോക്കേസിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് കേട്ടോ ഇതിന്റെ ഒരു ഡിസൈൻ ഒക്കെ വന്നിട്ട്. ഇനിയിപ്പോ നമ്മുടെ പാസേജിൽ വുഡൻ ടൈപ്പ് ടൈല് കണ്ടില്ലേ. ബാക്കിയുള്ള ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇറ്റാലിയൻ ടൈലാണ് കൊടുത്തിട്ടുള്ളത്. സ്ക്വയർ ഫീറ്റിന് ഏകദേശം 110 രൂപയാണ് കേട്ടോ വരുന്നത്. കൂടാതെ നമ്മൾ ഈ ഒരു സ്റ്റെയർ ഏരിയന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഈ ഒരു പാസേജിൽ സീലിംഗ് നോക്കുകയാണെങ്കിലും ഒത്തിരി മനോഹരമായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റ്സും ഒരു വുഡൻ തീമിലാണ് വരുന്നത്. കൂടാതെ സിലിണ്ടർ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല മനോഹരാക്കിയിട്ടുണ്ട്. ദെൻ നമ്മൾ അകത്തേക്ക് കയറി വരുമ്പോൾ നേരെ കാണുന്ന ആ ഒരു വോളാണ് കേട്ടോ ഇത്. അവിടെ ആയിട്ടും സിമെന്റ് ടെക്സ്ചർ ആണ് വരുന്നത്. അതിനായിട്ട് തന്നെ ക്ലോക്ക് വരുന്നുണ്ട്. കൂടാതെ നല്ല ഭംഗിയിൽ വോൾ ലൈറ്റും. ഇനി ആ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലൊരു ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ അവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ജസ്റ്റ് വീടിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കിയല്ലേ. നമ്മൾ അകത്തേക്ക് കയറി വന്നപ്പോൾ നമ്മുടെ ലിവിംഗ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നമ്മുടെ സ്റ്റെയറും അതിനോട് ചേർന്ന് പ്രെയർ ഹോളും ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ആദ്യത്തെ ബെഡ്റൂമും വരുന്നുണ്ട്. ഇവിടെ ടോട്ടല് 4 ബെഡ്റൂം ആണ് കേട്ടോ. താഴെ 2 മുകളിലായിട്ട് 2 ആണ് കേട്ടോ വരുന്നത്. ഇനിയിപ്പോ നമ്മൾ ആദ്യത്തെ ബെഡ്റൂം കണ്ട് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് 2ാമത്തെ ബെഡ്റൂം വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കിച്ചണും വർക്ക് ഏരിയയും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഡൈനിങ് വരുന്നത്. അപ്പൊ എന്തായാലും ഈ ഡൈനിങ് ഒന്ന് നോക്കല്ലേ. അപ്പൊ നമ്മൾ ഇനി നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ ഇവിടെ ഏകദേശം 8 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് ടേബിളിന്റെ അറേഞ്ച്മെന്റ്സ്. അത്യാവശ്യം വലിയ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ടേബിളാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ടേബിളിന്റെ ടോപ്പിലായിട്ട് മാർബിൾ ടോപ്പ് ആണ് വരുന്നത്. നമ്മുടെ ചെയർ വന്നിട്ട് നോക്കുകയാണെങ്കിലും നല്ല ലെതർ ടൈപ്പിൽ വരുന്ന ചെയർ ആണ് കേട്ടോ. ഏകദേശം 40,000 രൂപ ഈ ഒരു 8 ചെയറിന് വരുന്നുണ്ട്. കൂടാതെ നമ്മുടെ ടേബിൾ വന്നിട്ട് ഒരു 35,000 രൂപയാണ്. അപ്പൊ ഈ ടോട്ടൽ ഈ ഒരു സെറ്റിന് ഏകദേശം ഒരു 75,000 രൂപ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ സീലിംഗിലോട്ട് വരികയാണെങ്കിൽ നാച്ചുറൽ ലുക്ക് തോന്നിക്കുന്ന തരത്തിൽ അവിടെ സീലിംഗിലായിട്ട് നമ്മുടെ ആ ഒരു കോൺക്രീറ്റ് ചെയ്ത് തന്നെ ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതിലായിട്ട് ജിപ്സം വെച്ച് ഡിസൈനൊക്കെ കൊടുത്തിട്ട് മൊത്തത്തിൽ ലൈറ്റ്സ് ഒക്കെ വന്നപ്പോൾ ഇത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ 2 വശത്തെ വോളിലായിട്ടും വിൻഡോസ് വരുന്നുണ്ട്. നല്ലൊരു ഫാബ്രിക്കിൽ വരുന്ന റോമൻ ബ്ലൈൻഡ്സ് തന്നെയാണ് കേട്ടോ കർട്ടൻസ്. ഈ വീട് മൊത്തത്തിൽ കർട്ടൻ ചെയ്യാനായിട്ടുള്ളത് 55,000 രൂപയാണ് കേട്ടോ. ഇനി നമ്മൾ ഇവിടുത്തെ ഒരു പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഇവിടെ എൽ ഷേപ്പിലായിട്ട് തന്നെ ഇതുപോലെ സിറ്റിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടുന്ന് നമ്മുടെ കോർട്ട്യാർഡിലേക്ക് പോകുന്ന തരത്തിലാണ് കേട്ടോ ഈ ഒരു ഡോർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അവിടുന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് കേട്ടോ നമ്മുടെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്.
ഇവിടെ ബാക്ക് വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു വുഡൻ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ഉള്ളിലായിട്ട് നാച്ചുറൽ സ്റ്റോൺ ആണ് കേട്ടോ വരുന്നത്. കൂടാതെ ഒരു വശത്തായിട്ട് ഒരു ലൂവർ ഡിസൈൻ വരുന്നുണ്ട്. അവിടെ നല്ല ഭംഗിയിലാണ് കേട്ടോ ആ ഒരു മിററിന്റെ സെറ്റിംഗ്സ്. ഉള്ളിലായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ദെൻ താഴേക്ക് നമ്മൾ വരുമ്പോൾ ഇതാ ഗ്രാനൈറ്റ് ആണ് ടോപ്പിൽ വന്നിട്ടുള്ളത്. താഴെയായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ അത്യാവശ്യം വലിയൊരു വാഷ് ബേസിൻ ആണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വാഷ് ബേസിന്റെ ബാക്ക് വോളിലായിട്ട് നമ്മൾ നാച്ചുറൽ സ്റ്റോൺ ആണ് കണ്ടത്. കൂടാതെ ഈ ഒരു ഭാഗത്ത് നോക്കി ഈ വോളിൽ നോക്കുകയാണെങ്കിലും നമുക്ക് നാച്ചുറൽ സ്റ്റോൺ ആയിട്ടാണ് തോന്നുന്നത്. പക്ഷെ ഇത് സ്റ്റോൺ മിനിയർ ആണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ. ഇനി ഡൈനിങ്ങിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ കിച്ചൺ ആണ് കേട്ടോ. അവിടെ നോക്കുകയാണെങ്കിലും ഇതുപോലെ ജസ്റ്റ് ഒരു പാർട്ടീഷൻ പോലെ ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാനും. അപ്പൊ എന്തായാലും നമുക്കിനി ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം നോക്കല്ലേ. നമ്മുടെ ഈ ബെഡ്റൂമിന്റെ ഡോറൊക്കെ വന്നിട്ട് നോക്കുകയാണെങ്കിൽ വെസ്റ്റേൺ ഇന്ത്യന്റെ ഇമ്പോർട്ടഡ് ക്വാളിറ്റിയിൽ വരുന്ന ഡോറാണ് കേട്ടോ. ഏകദേശം 7500 രൂപ ഓരോ ഡോറിനും വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ഇവിടെ ബെഡ്റൂം ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീടിന്റെ ഒരു പ്രത്യേകത, ഇവിടെ വീട് മൊത്തത്തിൽ യൂസ് ചെയ്ത ലൈറ്റ്സ് ആയാലും അതുപോലെ തന്നെ ബെഡ്റൂംസ് ഒക്കെ സ്മാർട്ട് ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഓരോ ബെഡ്റൂമും ഇതുപോലെ നല്ല അടിപൊളിയാക്കി എടുക്കാൻ ഏകദേശം ഒരു 2 ലക്ഷത്തിനടുത്തൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. മാസ്റ്റർ ബെഡ് സ്വിച്ച് ഓൺ. അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഓരോ ബെഡ്റൂംസിലെ ലൈറ്റ്സ് ആയാലും എല്ലാം ഇവർക്ക് ഈ ഫോൺ യൂസ് ചെയ്തിട്ട് ലൈറ്റ്സും ഫാനൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ സ്മാർട്ട് ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് തന്നെ തിരിച്ചു വരുമ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോട്ടിന്റെ ആ ഒരു ഹെഡ് ബോർഡ് ആ വോളിൽ ഫിക്സ്ഡ് ആണ്. സൈഡിലായിട്ട് ഒരു സൈഡ് ടേബിളും കാണാം. മറൈൻ പ്ലൈയിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഷോ വാളിലോട്ട് വരികയാണെങ്കിൽ സിമെന്റ് ടെക്സ്ചർ ഡിസൈൻ ആണ് വരുന്നത്. ഒരു ഭാഗത്തായിട്ട് തന്നെ ഇതുപോലെ ചാർക്കോൾ ലൂവേഴ്സ് ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് തന്നെ നമ്മൾ സീലിംഗിലായിട്ട് നോക്കിയാൽ ഒരു ഹാങ്ങിങ് ലൈറ്റും വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ദേ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ കോട്ടിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ ജസ്റ്റ് ഒരു വർക്കിംഗ് ഏരിയ സെറ്റപ്പ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമ്മുടെ TV യൂണിറ്റിലൊക്കെ കണ്ടില്ലേ, അതേപോലൊക്കെ തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ ഇതും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ സീലിംഗിലോട്ട് വരാണെങ്കിൽ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. LED ലൈറ്റ്സും മറ്റു ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നമ്മുടെ ബാത്റൂമിനും അതുപോലെ തന്നെ വാർഡ്രോബിനൊക്കെ കൂടി ഇങ്ങോട്ടൊരു സ്പേസ് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ആയിട്ട് ഒരു പാനലൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് പോകുന്നതിന് മുന്നായിട്ട് ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഡ്രസ്സിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് ഇതേ ഒരു ഫുൾ മിറർ കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഇതുപോലെ ഡ്രോയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. വുഡ് ആൻഡ് വൈറ്റ് തീമിലാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ സ്ലൈഡിംഗ് ആയിട്ടുള്ള ഡോർ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ ഇവിടെ ആയിട്ട് നമ്മുടെ ബാത്റൂം വരുന്നുണ്ട്. FRP ഡോർ ആണ് കൊടുത്തിട്ടുള്ളത്. ബാത്റൂം നോക്കിയല്ലേ, നല്ല ഫെസിലിറ്റീസോട് കൂടിയിട്ടാണ് കേട്ടോ ഇവിടുത്തെ ഓരോ ബാത്റൂമും ചെയ്തിട്ടുള്ളത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഹൗസ് ഓണറിനെ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് കേൾക്കാട്ടോ. അപ്പൊ നമുക്കിനി നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം നോക്കല്ലേ. നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ രണ്ടാമത്തെ ബെഡ്റൂം നോക്കല്ലേ. ഇതൊരു കിഡ്സ് ബെഡ്റൂം ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ 2 വശത്തായിട്ട് 2 കോട്ട് വരുന്നുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ വോളിൽ ഈ ഒരു ഹെഡ് ബോർഡ് ഫിക്സ്ഡ് ആണ് കേട്ടോ. മറൈൻ പ്ലൈയിൽ നിന്നാണ് കേട്ടോ ഇതും ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു ഡ്രോയറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബാക്ക് വോൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ ടെക്സ്ചർ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. 2 വശത്തായിട്ടും 2 വിൻഡോസ് വരുന്നുണ്ട്. റോമൻ ബ്ലൈൻഡ്സ് എന്നാണ് കർട്ടൻസ്. ഇനിയിപ്പോൾ നമ്മുടെ കോട്ടിന് ഓപ്പോസിറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ആയിട്ടാണ് നമ്മുടെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല സ്റ്റാൻഡേർഡ് ഡിസൈനിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. കൂടാതെ ആ ഒരു ഭാഗത്ത് കോർണറിലായിട്ട് തന്നെ ജസ്റ്റ് ഒരു കുഞ്ഞു സ്റ്റഡി ഏരിയ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ വാർഡ്രോബിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ മിറർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ റൂമിലെ സീലിംഗ് വന്നിട്ടും ദേ ഇതുപോലെ നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ റൂമിലായിട്ടും ദേ ബാത്റൂം വരുന്നുണ്ട്. അതൊന്നും നോക്കല്ലേ. ഈ ബാത്റൂം വന്നിട്ടും നല്ല ഫെസിലിറ്റീസോട് കൂടിയിട്ട് നല്ല ഭംഗിയിൽ തന്നെ മൊത്തത്തിൽ ടൈലൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. വാഷേരിയന്റെ യൂണിറ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടാ. നമ്മൾ കിച്ചണിലോട്ട് വരുമ്പോൾ ഇവിടെ നല്ല ഭംഗി എന്നതിലുപരി ഒത്തിരി സ്പേസ് കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഡോർ വരുന്നില്ല കേട്ടോ, പകരം ഇതുപോലെ പാനലാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ നമ്മളിത് ഇവിടെ ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിൽ മാറ്റ് ആയിട്ടുള്ള നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ ഒരു ഡിസൈനിൽ തന്നെ മാറ്റ് ആയിട്ട് വരുന്ന ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനി വലിയൊരു സ്പേസിൽ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും അതിനോട് ചേർന്ന് തന്നെ നമുക്ക് സിങ്കിനൊക്കെ വേണ്ടിയിട്ടുള്ള ആ ഒരു റാക്ക് കൂടി അറ്റാച്ച്ഡ് ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അത് മൊത്തത്തിൽ നാനോ വൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന്റെ അവിടെ 4 ചെയറൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ നല്ല സ്പീഷ്യസ് ആയിട്ടാണ് കേട്ടോ ആ ഒരു ഭാഗം ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന്റെയും അതുപോലെ തന്നെ റാക്കിന്റെയും നടുക്കായിട്ട് ഒരു കുഞ്ഞു പാർട്ടീഷൻ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ റാക്കിലായിട്ട് നടുക്കന്നെ സിങ്കിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ അവിടെ താഴെയായിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ സ്റ്റോറേജ് സ്പേസും ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റ് ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അത് എടുത്തു പറയുന്നേ വേണേ. നമ്മൾ ഈ ഒരു ഭാഗത്തെ ഡിസൈൻ കണ്ടില്ലേ, പൊതുവേ നമ്മുടെ കിച്ചണിന്റെയും ഡൈനിങ്ങിന്റെയും കൂടി ആ ഭാഗം ഓപ്പൺ ആയിട്ടാണ് കിടക്കാറ്. പക്ഷെ ഈ ഒരു ഡിസൈൻ കൊടുത്തതുകൊണ്ട് തന്നെ അതൊരു പ്രത്യേക ഭംഗിയില്ലേ.
ഇവിടെ നമ്മുടെ ഈ ഒരു കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ടുള്ള സീലിംഗിലായിട്ട് മെയിൻ അട്രാക്ഷൻ ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ് തന്നെയാണ് കേട്ടാ. ഇനി അവിടുന്ന് നമ്മളിതാ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴും ഇവിടെ ആയിട്ടും നടുക്ക് ഒരു കുഞ്ഞു റാക്ക് വരുന്നുണ്ട്. അതിന് ചുറ്റുമായിട്ട് ഇതുപോലെ ഒത്തിരി ക്യാബിൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു കളർ തീം വന്നിട്ടും കൂടാതെ ആ ഒരു സ്റ്റോറേജിന് കൊടുത്ത പ്രാധാന്യം വന്നിട്ടും എടുത്തു പറയേണ്ടത് തന്നെയാണ് കേട്ടോ. അത്യാവശ്യം വലിയ സ്റ്റോറേജ് സ്പേസസ് തന്നെയാണ് കേട്ടോ അവിടെ കൊടുത്തിട്ടുള്ളത്. കൂടാതെ നമ്മൾ ഈ ഒരു റാക്കിലായിട്ട് നോക്കുകയാണെങ്കിലും നാനോ വൈറ്റ് തന്നെയാണ്. ആ ഒരു ഭാഗത്തെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ആ വിൻഡോന് മുകളിലായിട്ട് പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂടാതെ മിനി വിൻഡോസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതിന് മുകളിലായിട്ടും ഇതുപോലെ ക്യാബിനൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയിൽ ആ ഒരു ഭാഗം ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനോട് ചേർന്ന് തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഫ്രിഡ്ജിനുള്ള ആ ഒരു സ്പേസ് കൊടുത്തിട്ട് അതിലായിട്ടാണ് കേട്ടോ ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വോളിലൊക്കെ ഒരു ഗ്ലോസി ആയിട്ടുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ആ വോളിലും ഒരു മിനി വിൻഡോ വരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ട് തന്നെ ഒരു സ്റ്റോർ റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഒരു സ്റ്റോർ റൂം തന്നെയാണ് കേട്ടോ ഇത്. ശേഷം ഇനി ഇവിടുന്ന് ഇതേ പുറത്തേക്ക് വർക്ക് ഏരിയ വരുന്നുണ്ട്. അങ്ങോട്ട് പോവുകയാണെങ്കിലും നല്ല സ്പീഷ്യസ് ആയിട്ട് ഒരുപാട് സ്പേസ് കൊടുത്തിട്ട് നല്ല ഓർഗനൈസ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ ഇവിടെ എൽ ഷേപ്പിലായിട്ട് തന്നെ വലിയൊരു റാക്ക് വരുന്നുണ്ട്. അതിന് താഴെ നോക്കി മൊത്തത്തിൽ ക്യാബിൻ കൊടുത്തിട്ടാണ് കേട്ടോ. കൂടാതെ ആ ഒരു റാക്കിന്റെ കൗണ്ടർ ടോപ്പിലായിട്ട് വരുന്നത് ഗ്രാനൈറ്റ് ആണ്. ഇനി ഇവിടെ വെന്റിലേഷൻ ഒക്കെ വേണ്ടിയിട്ട് ഇതുപോലെ സ്ലൈഡിംഗ് വിൻഡോസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കൂടാതെ അതിന് മുകളിലൊക്കെ ആയിട്ട് ഇതുപോലെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അവിടെ നമുക്ക് ഇരുന്ന് വർക്കുകളൊക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലും വലിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എടുത്ത് പറയുകയാണെങ്കിൽ ഇത് അത്യാവശ്യം സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വീടാണെങ്കിലും ഇവിടെ ഓരോ ഭാഗവും നല്ല മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓരോ സ്പേസും ഓരോന്നിനും വേണ്ടിയിട്ടും ഉപയോഗിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് ഈ ഒരു സ്പേസിലേക്ക് വരുമ്പോൾ ഇത് നമ്മളെ സ്ത്രീകളെ സംബന്ധിച്ചിട്ട് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആ ഒരു സ്പേസ് തന്നെയാണ് കേട്ടോ. കാരണം നമുക്കിതേ നമ്മുടെ വാഷിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ ഇവിടെ ബാത്റൂം കൊടുത്തതും മെയിനായിട്ട് ആ ഒരു വാഷിംഗ് പർപ്പസിനാണ് കേട്ടോ. ക്ലോത്ത് ഒക്കെ വാഷ് ചെയ്യാനും അതുപോലെ വാഷിംഗ് മെഷീനും എല്ലാത്തിനും വേണ്ടിയിട്ട് നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി മുകളിലത്തെ വിശേഷങ്ങളൊക്കെ നോക്കല്ലേ. അതിന് നമ്മൾ സ്റ്റെയർ വന്നിട്ട് നോക്കുകയാണെങ്കിൽ വുഡൻ ടൈപ്പ് ടൈൽ തന്നെയാണ് കേട്ടോ സ്റ്റെയറിൽ കൊടുത്തിട്ടുള്ളത്. കൂടാതെ നമ്മുടെ ഹാൻഡ് റെയിൽ വന്നിട്ട് ടഫൻ ഗ്ലാസും ആ ടോപ്പ് റെയിലായിട്ട് തേക്കിൻ്റെ വുഡും ആണ് കേട്ടോ വരുന്നത്. അപ്പം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ സ്റ്റെയറിൻ്റെ താഴെയായിട്ട് ഒരു പ്രെയർ ഹോളാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ജസ്റ്റ് ഓപ്പൺ ആയിട്ട് തന്നെയാണ് വരുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ജസ്റ്റ് സ്റ്റോറേജിനൊക്കെ പറ്റുന്ന രീതിക്ക് തന്നെ ഒരു ഷെൽഫും കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ സ്റ്റെയർ ഏരിയയിൽ ഇതേ ആ ഒരു സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട് കേട്ടോ. കൂടാതെ അവിടെ മൊത്തത്തിൽ സീലിംഗ് നോക്കുകയാണെങ്കിലും നല്ല ഭംഗിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇവിടെ മുകളിലായിട്ടും അത്യാവശ്യം വലിയൊരു ഹോള് വരുന്നുണ്ട് കേട്ടോ. അവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ആ ഒരു സ്പേസ് കൊടുത്തിട്ടുള്ളത്. അവിടെ ആയിട്ട് തന്നെ നമുക്ക് സ്റ്റോറേജിനായിട്ടും അതുപോലെ തന്നെ രണ്ട് വശത്തായിട്ട് രണ്ട് കുട്ടികളാണെങ്കിൽ അവർക്ക് വർക്ക് ചെയ്യാനും പഠിക്കാനൊക്കെ പറ്റുന്ന തരത്തിൽ രണ്ട് സ്പേസ് ഒരേപോലെ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ആയിട്ടും അല്ലാതെയൊക്കെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടേക്ക് ഒരു പ്രൈവസി ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ നമുക്കൊരു നോട്ടം കിട്ടും. ആ ഒരു തരത്തിലാണ് കേട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഹോള് വരാണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടാണ്. ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കൊടുത്തൊരു മെറ്റൽ വോൾ ഫ്രെയിം ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇനി മൂന്നാമത്തെ ബെഡ്റൂമാണ് നോക്കുന്നത്. ഈ ബെഡ്റൂമും നമ്മൾ താഴെ ഫസ്റ്റ് കണ്ടില്ലേ ആ ഒരു ബെഡ്റൂമിന്റെ ഒരു ഏകദേശം ഒരു സെയിം ഡിസൈനിലാണ് കേട്ടോ വരുന്നത്. ഇവിടെ ആയിട്ട് കോട്ട് വരുന്നുണ്ട്. കോട്ടിന്റെ ആ ഒരു ബോർഡ് വോളിൽ ഫിക്സ്ഡ് ആണ്. ആ ഒരു വോളിലായിട്ട് നോക്കുകയാണെങ്കിലും നല്ല ഭംഗിയിൽ ടെക്സ്ചർ പെയിന്റ് ഡിസൈനും ആ ഒരു ഭാഗത്തായിട്ട് തന്നെ ലൂവേഴ്സ് ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ആ ഒരു സൈഡ് ടേബിൾ വരുന്നില്ലേ ആ ഒരു ഭാഗത്തെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു കുഞ്ഞു ലൈറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ സീലിംഗ് നോക്കുകയാണെങ്കിലും നല്ല സിമ്പിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ വിൻഡോസ് വരെ ഒരു ഡിഫറെന്റ് ഡിസൈൻ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ താഴെ ആ ഒരു ബെഡ്റൂമിൽ കണ്ട പോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് തന്നെയാണ് നമ്മുടെ വാർഡ്രോബും അതുപോലെ ബാത്റൂമിന്റെ സ്പേസ് ഒക്കെ വന്നിട്ടുള്ളത് കേട്ടാ. അപ്പൊ ഈ റൂമിലെ ബാത്റൂമും നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഹൗസ് ഓണറിന് ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ കേട്ടോക്കെ നമ്മളെല്ലാ ബാത്റൂമും ഒരേ പാറ്റേണിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതിൽ ടൈലിൽ മാത്രമാണ് നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ എല്ലാത്തിലും ഹോട്ട് വാട്ടറും കൂടി കിട്ടാനുള്ള സംവിധാനം കൊടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് സോളാർ ഹീറ്ററാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് 4 ബാത്റൂമിലേക്കും അതുപോലെ തന്നെ കിച്ചണിലേക്കും അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ക്ലോസറ്റ് നോക്കുകയാണെങ്കിൽ അത് വാൾ മൗണ്ട് ടൈപ്പ് ഫ്ലോർ മൗണ്ടാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു പുതിയൊരു വെറൈറ്റിയാണ്. അങ്ങനെ
ഫൈനലി നമ്മൾ ഇനി 4ാമത്തെ ബെഡ്റൂമാണ് കേട്ടോ കാണുന്നത്. ഈ ബെഡ്റൂം വന്നിട്ട് നേരത്തെ കണ്ട ആ ഒരു ഡിസൈനൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ കാര്യമായിട്ട് പറയുന്നൊന്നുമില്ല. ഷോ വോളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടെക്സ്റ്റർ ഡിസൈൻസ് ആണ് കേട്ടോ 4 റൂമിലും കൊണ്ടുവന്നിട്ടുള്ളത്. കൂടാതെ ഒരു ഭാഗത്തായിട്ട് ആ ലൂവേഴ്സ് ഡിസൈൻ അതുപോലെ കൊടുത്തിട്ടുണ്ട്. വോൾ ലൈറ്റ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ 2 വശത്തായിട്ടും ഈ റൂമിൽ സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ വിൻഡോസ് കാണാം. അതുപോലെ തന്നെ ഇവിടെ സീലിംഗ് വന്നിട്ടും നല്ല ഭംഗിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് എന്താ സെപ്പറേറ്റ് ഈ ഒരു ഏരിയയിലായിട്ട് നല്ല അടിപൊളി ആയിട്ട് തന്നെയാണ് കേട്ടോ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് ഡ്രസ്സിംഗ് ഏരിയയും ഈ ഒരു ഭാഗത്തായിട്ട് ബാത്റൂമും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു മിറർ വരുന്ന ഭാഗത്തും കൂടി ഇതുപോലെ സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ ബാത്റൂം ഒന്ന് കണ്ടാലോ. ഇനി നമ്മൾ ഫൈനലി ബാൽക്കണി കാണുന്നതിന്റെ മുന്നായിട്ട് ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്തിനാ അത് ഓപ്പൺ ടെറസ് ഇപ്പം എത്ര കാണിക്കാനെന്ന്. എന്നാൽ അത് ഓപ്പൺ ആയിട്ട് വെറുതെ കിടക്കല്ല കേട്ടോ. അവിടെ അതാ മൊത്തത്തിൽ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതുപോലെ റെയിലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം നമുക്ക് ജിമ്മായിട്ട് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇതേ നമുക്ക് മഴക്കാലത്തൊക്കെ ക്ലോത്തൊക്കെ നമുക്ക് ഇതുപോലെ സേഫായിട്ട് ഉണക്കാനൊക്കെ പറ്റുന്ന രീതിക്ക് നല്ല ഒരു ഫെസിലിറ്റീസ് ആണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഫൈനലി ഞാൻ ഇവിടുത്തെ ബാൽക്കണിയാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ബാൽക്കണി വന്നിട്ട് ഒത്തിരി മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ താഴെ കണ്ട പോലെ, അതായത് നമ്മുടെ സിറ്റ് ഔട്ടിൽ കണ്ട പോലെ തന്നെ 2 വശത്തായിട്ട് ഇതുപോലെ 2 സിറ്റിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒക്കെ നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ പ്ലാന്റ്സും അതുപോലെ തന്നെ ആ റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. എക്സ്റ്റീരിയറിനെ ഒത്തിരി ഭംഗിയാക്കുന്ന തരത്തിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു ബാൽക്കണീൻ്റെ ഒരു ഡിസൈൻ വന്നിട്ട്. ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ബാൽക്കണി നമ്മൾ ചെയ്തിട്ടുള്ളത് കാൻഡിലിവർ ബാൽക്കണിയാണ്. അത് വെച്ചാൽ നമുക്കിതിന് തൂണുകളൊന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതുപോലെ ഇതിൻ്റെ പെയിൻറ് നമ്മൾ ടെക്സ്ചർ ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ഓപ്പൺ ബാൽക്കണി കൂടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ കുറച്ച് ഗാർഡനൊക്കെ ചെയ്തുകൊണ്ട് വീട് മൊത്തത്തിൽ ഇതുപോലെ ലൈറ്റ്സ് ഒക്കെ കൊടുത്തതുകൊണ്ട് തന്നെ ഇതാണ് കേട്ടോ നമ്മുടെ വീടിന്റെ നൈറ്റ് ലുക്ക് വന്നിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമായോ? ഈ വീടിന്റെ അഭിപ്രായങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. ഒപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. പിന്നെ ഇപ്പം നമ്മൾ കുറച്ചായി വീഡിയോ ചെയ്തിട്ട് അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പം എന്തെങ്കിലും തെറ്റൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.